നമസ്കാരം, റിവ്യൂസ് ആൻഡ് റേറ്റിംഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബ്രസ്റ്റ് പമ്പിനെ പറ്റിയിട്ടാണ്. അപ്പം എല്ലാവർക്കും അറിയാം ബ്രസ്റ്റ് പമ്പ് എന്തിനുള്ളതാണെന്നുള്ളത് അല്ലേ. അപ്പം മുലയൂട്ടുന്ന അമ്മമാരിൽ നിന്ന് മുലപ്പാൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് അമ്മ അടുത്തില്ലെങ്കിലും കുഞ്ഞിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഉപകരണമാണ് ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുലപ്പാലിനോളം വിലയുള്ളതായിട്ട് അമൂല്യമായിട്ടുള്ളതൊന്നുമില്ല അല്ലേ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പം ആൻറ്റിബോഡീസ് നിറഞ്ഞ അത്രയും വൈറ്റൽ ന്യൂട്രിയൻസ് ഉള്ള മുലപ്പാൽ തന്നെ നമുക്ക് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും കൊടുക്കാണ്ട് മുലപ്പാൽ തന്നെ കുഞ്ഞിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് നമ്മൾ ഈ ഒരു മാനുവൽ ബ്രസ്റ്റ് പമ്പ് കൊണ്ട് യൂസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആർക്കൊക്കെ ഇതിൻ്റെ ഗുണം ചെയ്യും? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒന്ന് കുഞ്ഞിന് സക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടോ ക്ലെഫ് പാലറ്റ്, ക്ലെഫ് ലിപ്പ് അങ്ങനെയുള്ള കണ്ടീഷൻസിലൊന്നും കുഞ്ഞിന് സക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അമ്മയിൽ നിന്ന് പാൽ എക്സ്പ്രസ് ചെയ്തെടുത്തതിന് ശേഷം സ്പെഷ്യലൈസ്ഡ് ബോട്ടിൽസിലാക്കിയിട്ട് നമ്മൾ കുഞ്ഞിന് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കൊടുക്കാം. പ്രിമച്വർ ബേബീസാണ്, അതും ഇതേ സിറ്റുവേഷനാണ്, കുഞ്ഞിന് സക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോഴും നമുക്ക് കൊടുക്കാം. 3, അമ്മയ്ക്ക് ബ്രസ്റ്റ് എൻകോറേജ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ എന്താണ് ബ്രസ്റ്റ് എൻകോറേജ്മെൻറ്റ്? അപ്പം പാല് ഉൽപ്പാദനം എന്ന് പറയുന്നത് പല സ്ത്രീകളിലും പല അളവിലായിരിക്കും. അപ്പോൾ ചില സ്ത്രീകളിൽ കൂടുതലായിട്ടുണ്ടാവും, ചില സ്ത്രീകളിൽ കുറവായിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് ഓവർ പ്രൊഡക്ഷൻ വന്നിട്ട് പാല് ബ്രസ്റ്റിൽ കെട്ടി നിന്നിട്ട് പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനെയാണ് നമ്മൾ ബ്രസ്റ്റ് എൻകോറേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പമ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സസ് ആയിട്ടുള്ള മിൽക്ക് നമുക്ക് ഇതുപോലെ എക്സ്പ്രസ് ചെയ്തെടുത്തിട്ട് ഒന്നുകിൽ അത് ഡിസ്കാർഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എൻകോറേജ്മെൻറ്റ് അത് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അമ്മമാർക്ക് ഇപ്പം ജോലിക്ക് പോകേണ്ട അമ്മമാർ, അല്ലെങ്കിൽ നേരത്തെ തന്നെ സ്റ്റഡീസിലൊക്കെ റിട്ടേൺ ചെയ്യേണ്ടവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ വേറെ ചിലപ്പം ചില അമ്മമാർക്ക് കുറച്ച് ആഗ്രഹം ഉണ്ടാവും, എൻ്റെ മുലപ്പാൽ തന്നെ കുടിച്ച് വളരണം. അത് ഏറ്റവും നല്ല കാര്യമാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ കുഞ്ഞിന് അതിനോളം ഗുണമുള്ള വേറൊന്നും ഇല്ല, അത്രയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇവർക്ക് ജോലിക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു എക്സ്പ്രസ് ചെയ്ത് മിൽക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പോകാം. അപ്പോൾ അവർക്ക് പോയി കഴിയുന്ന സമയത്തും ഇത്ര അവേഴ്സ് മാറി നിന്ന് കഴിഞ്ഞാലും കെയർ ടേക്കർ ആണെങ്കിലും പാർട്ട്ണർ ആണെങ്കിലും അവർക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, അത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മയെ കുഞ്ഞുമൊക്കെ ആയിട്ടൊന്ന് റുട്ടീൻസൊക്കെ റെഡിയായി വരുന്ന സമയമായിരിക്കും. അപ്പം അമ്മയ്ക്ക് വളരെ എക്സോസ്റ്റഡ് ആയിട്ടുള്ളൊരു പീരീഡ് ആയിരിക്കും ഈ ഡെലിവറി കഴിഞ്ഞ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. ശരിക്കും ഉറക്കം കിട്ടില്ല, പെയിൻ, CS ആണെങ്കിൽ സ്റ്റിച്ചിൻ്റെ പെയിൻ ഉണ്ടാവും, ഒരു സർജറിയുടെ പെയിൻ ഉണ്ടാവും, അതുപോലെ എപ്പിസോട്ടമി പെയിൻ ആണെങ്കിൽ അങ്ങനെ, അതുപോലെ ഒത്തിരി നേരം ലോങ് അവേഴ്സ് ഒരേ കണക്കിന് ഇരുന്ന് പാല് കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്, ബാക്ക് പെയിൻ. അപ്പോൾ ഇതെല്ലാം അവർക്ക് നല്ല രീതിയിലുണ്ടാവും. പോരാത്തതിന് ശരിക്കുള്ള റെസ്റ്റും അവർക്ക് കിട്ടുന്നില്ല. റെസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ ഒരേ കണക്കിന് നമ്മൾ പോസ്റ്റ്നേറ്റൽ പീരീഡിൽ നമ്മൾ റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരെ റൂമിൽ ഇരുത്തുകയാണ്. പക്ഷെ അവർക്ക് ശരിയായ റെസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ? കറക്റ്റ്. കാരണം എവറി സെക്കൻഡ് അവറിൽ നമ്മൾ കുഞ്ഞിന് ഫീഡ് കൊടുക്കാനൊക്കെ എഴുന്നേക്കണം അല്ലേ. പിന്നെ ഈ ഒരു സെക്കൻഡ് അവറിൽ എഴുന്നേൽക്കുന്ന കുഞ്ഞ് ഫീഡ് കൊടുത്താലും കറക്റ്റായിട്ട് അവർ സമയത്തിന് നമുക്ക് ആ സമയത്ത് തന്നെ ഉറങ്ങാൻ പറ്റും എന്നൊന്നും പറയാനും പറ്റില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ പമ്പ് യൂസ് ചെയ്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു 4 മണിക്കൂർ കണ്ടിന്യൂസ് ഉറങ്ങാം. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അവർ വരുമ്പോൾ, ഈ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും കെയർ ടേക്കറിനോ അല്ലെങ്കിൽ പാർട്ട്ണറിനോ ഈ ഒരു എക്സ്പ്രസ് ചെയ്ത് വെച്ചേക്കുന്ന മിൽക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ, ഇത് കൊടുത്ത് കുഞ്ഞിനെ ഫീഡ് ചെയ്യിക്കാമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 4 hours കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടും. ഇത് എല്ലാ സിറ്റുവേഷനിലും നടക്കണം എന്നില്ല, ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു മാനുവൽ ബ്രസ്റ്റ് പമ്പ് കൊണ്ട് നമുക്കുള്ളത്. അതുപോലെ ക്രാക്ഡ് നിപ്പിൾസ്, ഇൻവേർട്ടഡ് നിപ്പിൾസിനും ഒക്കെ നമുക്ക് ചിലപ്പം ഇത് യൂസ് ചെയ്യാം. അപ്പോൾ കുഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് സക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ക്രാക്ഡ് നിപ്പിൾസ് സ്ഥിരം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഇതുപോലെ എക്സ്പ്രസ് ചെയ്തിട്ട് കുഞ്ഞിന് വേണമെങ്കിൽ പകരം കൊടുക്കാം. ഈ ഒരു മാനുവൽ ബ്രസ്റ്റ് പമ്പ് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത് ഒരു കണ്ടിന്യൂസ് പർപ്പസിനായിരിക്കരുത്. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇതിന് കുറച്ച് ദോഷങ്ങളുമുണ്ട്. കുഞ്ഞിന് നിപ്പിൾ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം ഉണ്ടാവും. അതായത് കുഞ്ഞ് അമ്മയുടെ മുലപ്പാൽ, അതായത് അമ്മയുടെ ബ്രസ്റ്റ് ആണോ അതേ ബോട്ടിൽ ഫീഡാണോ ഏതാണ് ശരിക്കുള്ളതെന്നുള്ളൊരു കൺഫ്യൂഷൻ കുഞ്ഞിനുണ്ടാവും. അപ്പോൾ കുഞ്ഞ് കൂടുതലും ഈ ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ അവർക്ക് ഒരുപാട് കഷ്ടപ്പെടാണ്ട് തന്നെ നല്ല ഫ്ലോയിൽ ബോട്ടിലിൽ നിന്ന് കിട്ടുമ്പോൾ അവർക്ക് അത് മതി എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ അമ്മയിൽ നിന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് കുഞ്ഞ് മടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു രീതിയിൽ ബോട്ടിൽ ഫീഡിങ് ചെയ്യുന്നതും നല്ലതല്ല. ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് ഏറ്റവും നല്ലത്. ഈ പറഞ്ഞ സിറ്റുവേഷൻസ് ഒഴികെ, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒഴികെ എല്ലാ കണ്ടീഷൻസിലും നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് തന്നെ ചെയ്യണം.
അപ്പോൾ ഇത്രയാണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഈ ഒരു മാനുവൽ ബ്രസ്റ്റ് പമ്പിൻ്റെ യൂസസ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രോഡക്റ്റ് എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടാം. ഞാനിപ്പം ഇവിടെ എടുത്തിരിക്കുന്ന റിവ്യൂ എന്ന് പറയുന്നത് ലവ്ലാപ്പിൻ്റെ മാനുവൽ ബ്രസ്റ്റ് പമ്പാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒരു ട്രാവൽ പൗച്ചൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്തേക്ക് നമുക്ക് ഈ ആർട്ടിക്കിൾസൊക്കെ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് കൊണ്ടുപോകാം. പാർട്സ് പരിചയപ്പെടാം. അപ്പോൾ ഇതൊക്കെയാണ് ബ്രസ്റ്റ് പമ്പിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നിപ്പിൾ ഷീൽഡാണ്, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഷീൽഡാണ്. ഈ ഒരു ഭാഗമാണ് ബ്രസ്റ്റുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നത്. നെക്സ്റ്റ് ഈ ഒരു ഭാഗം, ഇത് നമ്മൾ കണ്ടെയ്നറാണ്, പാല് എക്സ്പ്രസ് ചെയ്തെടുക്കുന്ന കണ്ടെയ്നർ ഇതാണ്. ഇത് നമുക്കിവിടെ കണക്ട് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പമ്പാണ്. ഈ പമ്പ് വന്നിട്ട് ഈ ഒരു ടിപ്പ് ഉണ്ടാവും, ഇതുപോലൊരു ടിപ്പ് ഉണ്ടാവും. അതിനകത്ത് 3 ലെവൽസ് ഉണ്ടാവും. നമുക്ക് ഏത് ലെവലിലാണ്, അപ്പോൾ ആ സെക്ഷൻ്റെ ഇൻറ്റൻസിറ്റി നിശ്ചയിക്കുന്ന ലെവൽസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെവലിൽ തന്നെ നമുക്കിതിങ്ങനെ കൊളുത്തി വയ്ക്കാം. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ സെക്ഷൻ ആക്ഷൻ വരുന്നത്. ഇത് അതിൻ്റെ ഒരു ക്യാപ്പാണ്. ഇത് നമുക്കിവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് അസംബിൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇത് അസംബിൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു സെക്ഷൻ വരുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് അത് അസംബിൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. നിപ്പിൾ ഷീൽഡ്, കണ്ടെയ്നർ, പമ്പ്. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം മുലയൂട്ടാൻ പോവുകയാണെന്നുണ്ടെങ്കിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ചില സ്റ്റെപ്സ് ഉണ്ട് അല്ലേ. നമുക്ക് ഒരു കംഫർട്ടബിൾ പൊസിഷൻ ഉണ്ടാവണം, നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കണം. ഇതൊക്കെ കുറച്ച് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ടാണെങ്കിലും ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം, ഇതിൻ്റെ എല്ലാ പാർട്സും സ്റ്റെറിലൈസബിൾ ആണ്. അപ്പോൾ ഈ പാർട്സ് എല്ലാം തന്നെ ഇതുപോലെ ഞാനിപ്പം അസംബിൾ ചെയ്തതാണ്. ഇങ്ങനെ ഇതിനെല്ലാം തിരിച്ച് ഊരിയതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിലിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം. സ്റ്റെറിലൈസ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്, അതായത് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നന്നായിട്ട് നമ്മൾ ഹാൻഡ് വാഷിങ് ചെയ്തിരിക്കുക. നമ്മൾ കുഞ്ഞിന് കൊടുക്കേണ്ട കാര്യമാണ്, അതുകൊണ്ട് പ്രോപ്പർ സ്റ്റെറൈലായിട്ട് തന്നെ ചെയ്യണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. അത് നോർമലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരുന്നെങ്കിൽ മാത്രമേ കുഞ്ഞിനും അതുപോലെയുള്ള ഫീഡ് കിട്ടുള്ളൂ. കാരണം ബ്രസ്റ്റ് മിൽക്കിൽ കൂടുതലും വെള്ളത്തിൻ്റെ അംശമാണുള്ളത്. അപ്പോൾ നമ്മൾ നല്ല ഹൈഡ്രേഷൻ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിനുശേഷം കംഫർട്ടബിളായിട്ടുള്ള ഒരു പൊസിഷൻ നമ്മൾ എടുക്കുക. എവിടെയാണോ നമുക്ക് പ്രൈവസി ഇഫ് നീഡഡ്, ചില പുതിയ അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് പ്രൈവസി കുറച്ച് കൺസേൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രൈവസി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. ഹസ്ബൻഡ് ആണെങ്കിൽ പോലും ചിലർക്ക് അതൊരു മടി ഉണ്ടാവും. പ്രൈവസി എടുക്കുന്നത് നല്ലതായിരിക്കും. അത് കൂടുതൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് വരാൻ അതൊക്കെ ഒരു ഫാക്ടേഴ്സാണ്. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടുക്കുക. ബാക്ക് പെയിൻ ഓൾറെഡി ഉണ്ടാവും. ഇതിപ്പം ഏതെങ്കിലും പൊസിഷനിൽ ഇരുന്ന് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്കൊരു ഡിസ്കംഫോർട്ട് ഉണ്ടാവും, ബാക്ക് പെയിൻ ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പില്ലോയൊക്കെ വെച്ച് നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനിലിരിക്കാം. അതിനുശേഷം ഈ ഒരു ഭാഗം നിപ്പിളിലേക്ക് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുക. നിങ്ങളുടെ നിപ്പിള് ഈ ഒരു പിറ്റിനകത്തേക്ക് ഇൻസേർട്ട് ആവണം. ആ ഒരു ലെവലിൽ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുഷണി ആയിട്ടുള്ളൊരു എൻഡാണ്. ഈ ഒരു ഭാഗം കുഷണി ആയിട്ടുള്ളൊരു എൻഡാണ്, നല്ലൊരു കുഷൻ ഫീലാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഏരിയോളയിലേക്ക് നന്നായിട്ട് നല്ല ചേർത്ത് പിടിക്കുക. നിപ്പിൾ ഈ ഒരു ഭാഗത്തേക്ക് വരിക. അതിനുശേഷം നിങ്ങൾ പൊസിഷനിലിരുന്നതിന് ശേഷം പമ്പ് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് തുടങ്ങും. പമ്പ് ഒരു റിതമിക് മോഷനിൽ നിങ്ങൾക്ക് ഇങ്ങനെ പമ്പ് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു പേഷ്യൻസ് വേണം അല്ലേ. നമ്മൾ അമ്മമാരാകുമ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട ഒരു കാര്യമാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രസ്റ്റ് പമ്പിങ് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ അങ്ങ് ഭയങ്കര ഫ്ലോയിലൊന്നും അങ്ങനെ പാല് വരത്തില്ല. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. പമ്പിങ് കൂടുന്നതിനനുസരിച്ച് മാത്രമേ മിൽക്ക് പ്രൊഡക്ഷനും മിൽക്ക് സപ്ലൈയും കൂടി വരുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക, ആ ഒരു ക്ഷമയോടെ ചെയ്യാം. പിന്നെ പൊതുവേ വരുന്ന കുറച്ച് സംശയങ്ങളാണ് എത്ര സമയം നമുക്ക് പമ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഒരു ബ്രസ്റ്റ് പമ്പ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നല്ല രീതിയിൽ ആദ്യം കുറച്ചേ വരുള്ളൂ. അത് കഴിഞ്ഞ് കൂടുതൽ എമൗണ്ട് ആയിട്ട് വന്നു തുടങ്ങും. അതിനുശേഷം നമ്മൾ സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഈ സപ്ലൈ കുറയുന്നതായിട്ട് നമുക്ക് കാണാം, മിൽക്കിൻ്റെ എമൗണ്ട് കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബ്രസ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുക. അടുത്ത ബ്രസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ബോട്ടിൽ ഇതിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ക്യാപ്പ് ഉണ്ടാവും. ഇത് നമുക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് റെഫ്രിജറേറ്ററിൽ വെക്കാം, സൂക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. റെഫ്രിജറേറ്ററിലും റൂം ടെമ്പറേച്ചറിലൊക്കെ എങ്ങനെ എത്ര അവേഴ്സ് വെക്കാം എന്നുള്ളത് നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം.
അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് 2 ബ്രസ്റ്റിൽ നിന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ബോട്ടിൽ അടച്ച് വെക്കുക. അതിനുശേഷം ഈ നമ്മളെടുത്ത സാധനങ്ങളെല്ലാം, ഈ ആർട്ടിക്കിൾസ് എല്ലാം നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം അതിനെ എയർ ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സംശയമാണ്, എത്ര സമയം, ഇനി മിൽക്ക് സപ്ലൈ ഉണ്ടെങ്കിൽ തന്നെ മാക്സിമം എത്ര സമയം നമുക്ക് സക്ഷൻ ചെയ്യാം? 30 മിനിറ്റ്സിൽ കൂടുതലൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് മാനുവൽ പമ്പാണ്. മാനുവൽ പമ്പാകുമ്പോൾ നമുക്ക് എപ്പോഴാണെങ്കിലും കൈ നമുക്ക് നല്ല വേദന ഉണ്ടാവും. ഈ ഒരു പമ്പിങ് ചെയ്യുമ്പോഴത്തേക്കും വേദന ഉണ്ടാവും. മാക്സിമം ഒരു 15 to 20 മിനിറ്റ്സ് തന്നെ ഇനഫാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കുട്ടിക്ക് ആവശ്യമുള്ള ഇനഫായിട്ടുള്ള നമുക്ക് എമൗണ്ട് കിട്ടും. പിന്നെ ഉള്ള അടുത്തൊരു ഡൗട്ടാണ്, നമുക്ക് ഇത് ഡെയിലി പർപ്പസിന്, അതായത് എവറി ഡേ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് സിറ്റുവേഷൻസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ നോർമൽ ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് അമ്മയ്ക്ക് എവിടെയെങ്കിലും പോകണം, അത്യാവശ്യമാണ്, അല്ലെങ്കിൽ കുഞ്ഞിന് സക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ബ്രസ്റ്റ് എൻകോറേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ ഇത് യൂസ് ചെയ്യാം. അല്ലാത്തപ്പോഴൊക്കെ നോർമലായിട്ട് കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ശ്രമിക്കാം.